ഏതരപ്പാളിയാണത്? ഞാനാ ചെല്ലമ്മ. ചെല്ലമ്മ അല്ല, ഇതാര്? കൊച്ചങ്ങത്തിയോ? എന്താണ് കൊച്ചങ്ങത്തെ ചുമ്മാതെ എറിഞ്ഞു വാട്ടി കളയണത്? ഇങ്ങോട്ട് കയറി വരണം. ഞാൻ വരട്ടെ? വരണന്നേ. ഇങ്ങനെ പേടിച്ചാലോ? ഇരിക്കേ. പിന്നെ എന്തിനു കൊച്ചങ്ങത്തെ വിശേഷിച്ച്? ചെല്ലമ്മ, ചെല്ലമ്മ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് ചെല്ലമ്മ എന്ത് ഇഷ്ടമാണെന്ന് എന്നെ ചെല്ലമ്മയ്ക്ക്. ചെല്ലമ്മ, ആ കയ്യൊന്നും ഇങ്ങോട്ട് നീട്ടി ചെല്ലമ്മ. ഞാൻ അതിൽ പിടിച്ചൊന്ന് കര കയറട്ടെ. അത്രയേ ഉള്ള കൈ കരക്കരിക്കുള്ളൂ. അതുപോലെ ചെല്ലമ്മ. പിന്നെ എന്തിനു വേണം കൊച്ചങ്ങത്തേക്ക്? ഉള്ള കാര്യങ്ങൾ വിട്ട് പറയേ. ചെല്ലമ്മ, എനിക്ക് അച്ചിയാക്കണ അതൊക്കെ പഴഞ്ഞതല്ലേ ചെല്ലമ്മ. പിന്നെ ഗാന്ധർവം. അയ്യോ, അതെന്തൊരു കുന്തം. കളിയാക്കാതെ ചെല്ലമ്മ, ചെല്ലമ്മയ്ക്ക് അറിയാം. ഓ അത് പക്ഷേ അച്ഛന്റെ കൂടെ പറഞ്ഞ ഇക്കാര്യം? അയ്യോ, അച്ഛനറിയണ്ട. ചതിക്കില്ല ചെല്ലമ്മ. കൊച്ചങ്ങത്തേക്ക് ഭാഗ്യമുണ്ട്. അച്ഛനതാ വരണല്ല. ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം. അങ്ങത്തെ. അയ്യോ ചെല്ലമ്മ. ഓ അങ്ങത്തെ. ഇങ്ങോട്ട് വരണം. ഓ ഒന്ന് കേറിയേച്ചു പോണം. വരണന്നേ. പിന്നെ എന്തെല്ലാം ചെല്ലമ്മ വിശേഷം? ചെല്ലമ്മയെ ഒന്ന് കാണണം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ച്. അയ്യോ, വീട് പൊളിച്ചു മാറ്റുന്ന കാര്യമോ മറ്റോ ആണോ? അത് ഞാൻ എന്നാ വിട്ടോ? എന്റെ മകൻ ഗോപി പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടില്ല. ഗോപി അങ്ങത്തെ എന്തിനു പറഞ്ഞു? അവൻ ഒറ്റ പിടിയായി നിന്നില്ലേ? കാൽ നാഴികയ്ക്കകം നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് അവന്റെ അമ്മയെ കൊണ്ടും പറയിച്ചു. ഞാൻ പറഞ്ഞു തലമ്പാ ഇറങ്ങി പോടാന്ന്. അങ്ങത്തെ ദയവ്. ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞില്ല. ചെല്ലമ്മ, ഇനി ചെല്ലമ്മ ചാന്തേ പോകണ്ട. അയ്യോ, ചന്തയ്ക്ക് പോകാതിരുന്ന അവനെ ഞാൻ എന്തിനു തിന്നും? വായി പൊട്ടണോ? ചെല്ലമ്മ, എന്തോ? ഞാൻ വിചാരിച്ച നിന്നെ പോലെ ഒരു 7-8 ചെലവിന് കൊടുത്ത് ഉറപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിച്ചു. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെയോ? പക്ഷേ അങ്ങത്തേരെ വീട്ടിലെ അമ്മച്ചിയുടെ ഒരു വാക്ക് ചോദിക്കാതെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവക്കിതിലെന്തോന്നാ കാര്യം? ഞാനും ചെല്ലമ്മയും മാത്രം അറിഞ്ഞാ മതി. നീ അകത്തോട്ട് വാ. അയ്യോ, ഈ പട്ടാപ്പകല്ലോ. നീ അകത്തോട്ട് വാ. കൊച്ച കുഞ്ഞുങ്ങളെ പോലെ വാ. നീ അകത്തോട്ട് വാ. നീ അകത്ത് വാരല്ലമ്മ. നിന്നെ ഞാൻ പല ദിവസം കൊണ്ട് പിടിക്കാൻ നടക്കുക. ഇന്ന് പിടിക്കാം. നീ എന്തിനാണ് അവിടെ വന്നു? എന്തിനു വന്നു? മാസിക ചെല്ലമ്മ വീട്ടിലാണോ മാസിക? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, പശുവിന്റെ വാഴ മുഴുവനെ തിന്നല്ലോ. കൊച്ചുങ്ങളെ വളർത്തുന്നത് പോലെ പേടി പേടി വളർത്തി ഇത്രത്തോളം ആക്കിയതാണ്. അയ്യോ, കഴുത്ത് തിരുമിയിട്ടിരിക്കുന്നത് പോലെ അല്ലയോ എന്ന വാഴ കിടക്കുന്നത്. ദ്രോഹികള്,
കാലമാടന്മാര്. അത്രയ്ക്കായോ? എന്റെ പശുവിന്റെ കയർ നീ അറത്തുകൊണ്ട് വയ്യോടി. ആ വാഴ ആരാ അങ്ങോട്ട് ആ വാഴ അങ്ങോട്ട് വെട്ടിക്കണം. കട്ടി കിടവ് കെട്ട് പുറത്ത് വേറെ വിളിച്ചും കൂടി തീരണം. കേസുണ്ട് എങ്ങനെയാണ് നോക്കിക്കുന്നത്? അകത്തോട്ട് കയറി പിടിച്ചു കെട്ടിക്കണം. അവളെ പിടിച്ചു കെട്ടി ആർപ്പത്തിരിക്കുന്ന കൈ അടിച്ച് ഒട്ടിച്ചിടണം. അടിച്ചു ഓടിക്കേ കാണട്ടെ. അമ്മയുടെ മുലന് പാല് കുടിച്ചവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ. ശേഷമുള്ള ക്ഷണിക്കാൻ എന്നാ പിടിച്ചില്ലേ? വാ പിടിച്ചു. താൻ തന്റെ പാട്ടിന് പോടും. തന്റെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? പോയില്ലെങ്കിൽ നീ പോടേ സ്വീകരിച്ചെടുക്കാൻ. എടോ മൂപ്പിന്നെ കൈമണി, ഈ പെണ്ണും പിള്ളേടുത്ത് കളിക്കുന്നവർക്ക് എന്നെടുത്ത് കളിക്കരുത്. അടിച്ചണ്ടിന്റെ പല്ലി ഞാൻ താഴെ ഇടും. ഏതാ പിടിച്ചു കെട്ടടാ ഇവനെ. ആ എന്നാ വാ പിടിച്ചോ. അല്ലേ അകത്തെ ഞാൻ കിട്ടിയത് ശരിയാവൂല. വാസ് കെട്ടട്ടെ. വാസു ഇയാളെ ചെടേർന്ന് പിടിച്ചു കെട്ടിയത് എനിക്ക് നിൽക്കാൻ സമയമില്ല. എനിക്കൊരു സ്ഥലം എടാ എന്തോന്നാ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? എടാ പട്ടികളെ പോയിടാ പോയില്ല. ഞാനിക്കൊക്കെ തന്ന ചോറ് വേറെ വല്ലത് പോകാനാണ് പറഞ്ഞത്. എന്തോന്നാണോ നോക്കുന്നത്? ചായ വേണമെങ്കിൽ ഈ വെട്ടുകത്തി കണ്ടാൽ പേടിച്ചെങ്ങനെ ചായ ചോദിക്കും? ഇത്രയും തന്റെ ഇടം കാണുമെന്ന് ഞാൻ ഓർത്തില്ല. അയ്യോ, നിലയില്ലാതായപ്പോൾ അന്തം വിട്ട് അർപ്പുകത്തി എടുത്തു പോയതാണ്. എനിക്കാരുമില്ല. എന്നെ ഒരു വിധത്തിലും കിടന്നു പിഴയ്ക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ചായ തിളപ്പിക്കട്ടെ? ഇച്ചിരി ഉമിക്കരി കേട്ടിട്ട് തരാത്ത ആളുടെ ചായ എനിക്ക് വേണ്ട. അയ്യോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്. ക്ഷമിക്കണം. എന്നാ ചായയും പിന്നീട് മതി. ഇപ്പൊ എനിക്ക് ചായ വേണ്ടാഞ്ഞിട്ട് തന്നെയാ. ഇനി ഒരിക്കലാവട്ടെ. എടോ, ഈ മാട്ടവെള്ളമല്ലാതെ ഇച്ചിരി ചൂടുള്ളവനെ കിട്ടത്തില്ലയോ? വേണോ? നല്ല അസലുണ്ട്. പട്ടയോ വാറ്റോ? നല്ല ഒന്നാം തരം മാറ്റ്. ആ എന്നാ പോയി കൊണ്ടുപോവാ. ശരി.